ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലതേ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. നമുക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വീഡിയോസ് എന്നൊക്കെ അങ്ങ് മാറി നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് തുടരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയാണ് കേട്ടോ, ഇന്നത്തെ ഒരു അടിപൊളി യാത്രേൻ്റെ വീഡിയോസ് ആണ്. നമ്മൾ പോകുന്നത് ബാംഗ്ലൂരേക്കാട്ടോ. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്, നമ്മളെ പെങ്ങളുണ്ട്, നമ്മളെ അളിയനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളും മക്കളും അളിയനും എല്ലാവരും, ആ ഒരു ഫാമിലി മൊത്തം നമ്മളെ ഈ ഒരു ഒറ്റ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അടിപൊളി വീഡിയോസ് ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ പോകുന്നത് ബാംഗ്ലൂരേക്കാണ്. ബാംഗ്ലൂരിലേക്കുള്ള പോകുന്ന വഴിയിലുള്ള എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാവും, അപ്പൊ കാണാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ ബാംഗ്ലൂരേക്കുള്ള യാത്രയിൽ നമ്മൾ മുത്തങ്ങ കാട് വഴി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മുത്തങ്ങ കാട് എത്തിയപ്പോൾ തന്നെ ഏകദേശം മഴേന്റെ ഒക്കെ നല്ല കോളുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലിപ്പം ഭയങ്കര മഴയാന്നേ, ഫുൾ ടൈം. എനിക്ക് തോന്നി ഈ കൊല്ലം വേനൽക്കാലം കുറവാണ്, ഫുൾ മഴക്കാലാണെന്ന്. വൈകുന്നേരം ഇടായ ഫുൾ മഴ. അപ്പൊ മഴ കണ്ട് മടുത്ത് യാത്രയിലും മഴയായപ്പോ നന്നായിട്ട് നമുക്കിങ്ങനെ ചടക്കൽ തുടങ്ങി കേട്ടോ. മുത്തങ്ങയും ഗുണ്ടിൽപേട്ട ഒക്കെ എത്തിയപ്പോ ഫുൾ മഴയാണ് കേട്ടോ. എന്തായാലും മഴയൊക്കെ അങ്ങ് ആസ്വദിച്ച് നമ്മൾ അങ്ങനെ ഗുണ്ടിൽപേട്ട എത്തി. ഗുണ്ടിൽപേട്ട എത്തിയ സമയത്തിൽ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ആ പെട്രോൾ പമ്പിൽ എണ്ണയില്ലാത്ത സ്ഥിതിക്ക് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് അങ്ങനെ വരാന്ന് വിചാരിച്ചു നോക്കുമ്പോ എണ്ണ ഇല്ലാത്തോണ്ട് ബാത്റൂമും തരില്ലാന്ന്. എന്തൊരു മനുഷ്യന്മാരല്ലേ, നമ്മളെ നാട്ടിലാണ് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നമ്മളെ നാട്ടിലുള്ളത്. പെട്രോളും ഇല്ലാത്ത സ്ഥിതിക്ക് ബാത്റൂമും ഇല്ലാന്ന് പറഞ്ഞോണ്ട് നമ്മൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണെ. ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഈ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് കർണാടക തമിഴ്നാട്ടിലൊക്കെ മാക്സിമം വെജിറ്റേറിയൻ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് ആ വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉള്ളത് നമ്മൾ മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ്. എന്നാലും വേണ്ടിയില്ല, നമ്മൾ ഫുഡൊക്കെ കഴിക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം. അങ്ങനെ ഈ ഫുഡൊക്കെ വന്ന് കഴിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയാട്ടോ. എല്ലാരും ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന എല്ലാരും മുഖഭാവമൊക്കെ അങ്ങ് മാറും, ഇച്ചിരി വയലന്റ് ഒക്കെ ആവും കേട്ടോ. കാരണം വിശന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതിരി മുഖഭാവമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇതാ ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കഴിക്കുന്നുണ്ട്. എനിക്കിതാ ജ്യൂസ് വന്നിട്ടുണ്ട്, പിന്നെ ഇതാ ജ്യൂസും ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാനങ്ങ് കഴിച്ചു. കാരണം മസാല ദോശ ഒന്നും തിന്നാൽ നമുക്ക് വയറിന് പിടിക്കൂല. അതുകൊണ്ട് പിന്നെ ചായയിലും ജ്യൂസിലൊക്കെ അങ്ങ് ഒതുക്കി. പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ വണ്ടി ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഈ എന്താ പറയാ ഗുണ്ടിൽപേട്ട എത്തിയ സമയത്ത് ഒന്ന് റൈഡ് അങ്ങ് പോവാന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് പോസാക്കിയ പിന്നെ വണ്ടികൾ പോകുന്ന സ്പീഡ് കണ്ടപ്പോ എനിക്ക് പേടിയായിട്ടോ. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് വീണ്ടും നമ്മളെ കെട്ടിയോനെ തന്നെ ഡ്രൈവറാക്കി, അതിലങ്ങ് കയറ്റി. അപ്പൊ ഇനിയത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ മൈസൂർ എത്തിയിട്ട് പറയാട്ടോ. കുറച്ചു നേരം ഉറങ്ങട്ടെ. ഉറങ്ങി കഴിഞ്ഞ് ഇതാ കണ്ണു തുറന്നപ്പോ നമ്മൾ മൈസൂർ എത്തിയിട്ടോ. മൈസൂർ റോഡ് സൈഡിൽ ഇറക്കിയിട്ടിട്ട് ഇവരൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നിന്നായിട്ടോ. കാരണം കുറെ നേരം വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മാതിരി ഒരു മുഷിപ്പല്ലേ. അപ്പൊ ഒന്ന് വണ്ടിയൊക്കെ ഇറങ്ങി നിന്ന് ഒന്ന് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ഇനിയും അടുത്തത് എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നലൊക്കെ ആയിരിക്കും. കാര്യം എന്താ വെച്ചാല് ഈ ഫുഡ് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ ഈ അല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശക്കും. അപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഇങ്ങനെ കഴിക്കുകയാണ് റോഡ് സൈഡിൽ ഇരുന്നിട്ട്. പിന്നെ കുറെ നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെരടി നമ്മൾ ഈ കഴുത്ത് ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് ഇങ്ങനെ വേദന എടുക്കും കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ഈ വിക്സ് ഒക്കെ ഇട്ട് നൊഴിഞ്ഞു കൊടുത്താൽ മതി, പുള്ളിക്കാരങ്ങനെ ഓക്കെ ആവും. കാരണം പാവം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ റൈഡ് കൊണ്ടുപോയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ കൈയിനൊക്കെ തേയ്മാനം വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും വിക്സ് ഒക്കെ തേച്ച് കൊടുത്ത് ഇനി നമ്മള് മൈസൂര് വൃന്ദാവൻ ഗാർഡനിലേക്കാണ് കേട്ടോ പോകുന്നത്. വൃന്ദാവൻ തന്നെയല്ലേ പേര് കഴിച്ചത്? ആ, വൃന്ദാവൻ ഗാർഡനിലേക്ക്. അവിടെ നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതിന് മുന്നേ നമ്മൾ വന്ന വീഡിയോസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അന്ന് വന്നത് ഞാൻ എന്റെ ഫാമിലി എന്ന് പറയുന്ന ബ്രദർ, എന്റെ ഉമ്മ, അങ്ങനെ എല്ലാവരും കൂടിയാണേ. ഈ പ്രാവശ്യം നമ്മളെ നാത്തൂനും ഒക്കെ ആണല്ലോ. അപ്പൊ അവര് കണ്ടിട്ടില്ല, അപ്പൊ അവരെയും കൂട്ടി വന്നു. അപ്പൊ നല്ല രസമാണ്, നല്ല എന്താ പറയാ മൈസൂരിന്റെ ഓരോ കാഴ്ചകള്, ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണേ. അപ്പൊ വൃന്ദാവൻ ഗാർഡനിൽ മെയിൻ ആയിട്ട് കാണാനുള്ളതെന്ന് വെച്ചാല് ഈ വെള്ളത്തിന് എന്താ പേര് പറയാന്ന് എനിക്ക് അത്ര നിശ്ചയമല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ഈ വെള്ളം മ്യൂസിക്കിനകത്ത് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു പേരൊക്കെ പറയുന്നുണ്ട്, എന്തായാലും പേര് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും പേര് നിങ്ങൾ ഓർത്തിട്ട് കമന്റ് ഇടണം കേട്ടോ.
മറക്കരുതേ. കമന്റ് ഇടാൻ ആരും മറക്കരുത് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് നിങ്ങൾ വേണം എനിക്ക് കമന്റിലൂടെ അതൊക്കെ പറഞ്ഞു തരാണ്. പിന്നെ ഞാൻ ഈ തിന്നുന്ന എന്താ വെച്ചാൽ ചക്കയും അരിനെല്ലിക്കട്ടോ. നമ്മുടെ നാട്ടിൽ ചല്ല് പുല്ല് പോലെ ചക്ക ഉണ്ടെങ്കിലും ആ ഭാഗം തിരിഞ്ഞു നോക്കാതെ ഞാനൊക്കെ അവിടെ പോയിട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടാണ് ചക്ക വാങ്ങി തന്നത്. പിന്നെ അരിനെല്ലിക്ക നമുക്ക് അങ്ങനെ കിട്ടലില്ലല്ലോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വെക്കേഷൻ ടൈം അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ അതിൽ മെയിൻ ആയിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു തടാകമാണ് കേട്ടോ. അതിന്റെ അപ്പുറത്ത് അണക്കെട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആ വെള്ളം വരുന്നെങ്കിൽ അപ്പുറത്ത് അണക്കെട്ട് വേണമല്ലോ. അപ്പോൾ ആ ഒരു അണക്കെട്ട് ഷട്ടറൊക്കെ തുറക്കുന്ന തോന്നുന്നു. അവിടെ നമ്മളെ ദേശീയ പതാകന്റെ കളറിലൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ തൊട്ട് മുന്നേ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഈ പോകുന്ന തോണി ബോട്ടിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. തോണിയല്ല, ബോട്ടിൽ നമ്മൾ കയറിയ സമയത്ത് അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇളകി മറിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ കയറാൻ പേടിയായതുകൊണ്ട് കയറുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് അക്ബർക്ക് അതിൽ കയറാൻ സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും നമ്മൾ നടന്ന് തന്നെ ആ ഒരു വെള്ളത്തിന്റെ ഡാൻസ് കാണാൻ പോയി. ഈ വെള്ളത്തിന്റെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് പുച്ഛിച്ച് തള്ളിക്കരുത്. എനിക്കിന്റെ പേര് അറിയാത്തോണ്ടാട്ടോ. വാട്ടർ ഡാൻസ് എന്നൊക്കെ പറയും. നല്ല മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പണ്ട് മുതലേ വർഷങ്ങൾക്ക് 98 സിനിമകളിൽ വരെ ഈ ഒരു സംഭവം ഈ ഏരിയ ഒക്കെ ഒരു സിനിമയിലൊക്കെ ഉണ്ട്. നമ്മൾ ഷാറൂഖ് ഖാൻ അഭിനയിച്ചതാണോ എന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. എന്തായാലും ഈ നമ്മളെ മ്യൂസിക്കിനൊത്ത് വെള്ളം ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം അല്ല, ഒരുവിധ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പിന്നെ കണ്ട സ്ഥിതിക്കും പോയ സ്ഥിതിക്കും ഇതിലങ്ങനെ പറയാതെ മാത്രം കേട്ടോ. എന്തായാലും അടിപൊളിയാണേ. അപ്പൊ ഏകദേശം ആ കാഴ്ചയും ആ ഒരു സംഭവത്തിന്റെ ഒരു പേരൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ തിന്നും കുടിച്ചും കുറെ സമയം നമ്മൾ അവിടെ അങ്ങനെ ചെലവഴിച്ചേ. പിന്നെ ഈ ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാൻ ഈ അണക്കെട്ടിൽ നിന്ന് തൊട്ട് പുറകുവശത്ത് കൂടെ വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയായിരുന്നു. നല്ല ആഴുണ്ടെന്നാ പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറെ നേരം നമ്മൾ ആ ഒരു മൈസൂർ വൃന്ദാവൻ തെരുവിലൂടെ അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു കേട്ടോ. പിന്നെ ചെരുപ്പ് വാങ്ങുന്നത് പെങ്ങൾക്ക് എന്തോ ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ പെങ്ങളെന്ന് വിളിക്കുന്നില്ല, ഞാൻ മോൾട്ടിയാണ് കേട്ടോ. മോൾട്ടി എന്നായിരിക്കും കേട്ടോ എന്റെ വീഡിയോയിൽ ഇനി ഇവരൊക്കെ വിശേഷിപ്പിക്കുന്ന പേരുകളായിരിക്കും കേട്ടോ. അപ്പൊ ഈ പെങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പൊ അവർക്കൊരു ചെരുപ്പ് വാങ്ങി. പിന്നെ ഇതാ ഇവിടെ കാലോ കോഴിക്കാല് ഞെണ്ട് അങ്ങനെ മീൻ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ പൊരിച്ചിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ഇല്ലാത്തൊരിതാണ്. അപ്പൊ പെങ്ങള് പറയാണേ ഈ ചെരുപ്പിന്റെ മുകളിൽ ഒരു പൂവില്ലെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. കാരണം അത് പറ്റൂലേ, ശരിയാവൂലേ, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ചങ്ക, അതുപോലെ സംശയം, ഡൗട്ട് എന്നൊക്കെ പറയും കേട്ടോ. അതാണ് നമുക്ക് ആരും തെറ്റിദ്ധരിക്കരുത്, ആളൊരു ഭാവമാണ്. പിന്നെതാ നമ്മള് മൈസൂർ അജുവ റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മള് ഭക്ഷണം എപ്പം വന്നാലും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാട്ടോ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഇത് തലശ്ശേരിക്കാരുടെ റെസ്റ്റോറൻറ്റ് ആണെന്നൊരു ഡൗട്ട് കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ ആൾക്കാരും മലയാളമൊക്കെ പറയുന്നുണ്ട്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഈ മൈസൂർ വരുന്നവരൊക്കെ ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മൈസൂർ വന്നാൽ ഏകദേശം സ്ഥലങ്ങളിലൊന്നും ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം പോലെ തന്നെ നമുക്ക് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ തന്തൂരി ചിക്കൻ ഭയങ്കര ടേസ്റ്റ്. ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ ആക്കിക്കോളി. ഇനി വരുമ്പോൾ മറന്നു വേണ്ട. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു. കുറെ ആൾ ഉറങ്ങുന്നുണ്ട്, കുറെ ആൾ കൂർക്കം വലിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ തെരുവിലെത്തി. പിന്നെ നമുക്ക് റൂമൊക്കെ എടുത്ത് അടുത്ത വിശേഷമൊക്കെ നാളത്തെ വീഡിയോ പറയാം കേട്ടോ. എന്താ വെച്ചാല് രാത്രി ആയില്ലേ, ഇനി നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു തെപ്പിട്ടെറിഞ്ഞ് നല്ലൊരു റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ലതൊന്നും പറയാൻ പറ്റില്ല. ഇച്ചിരി റേറ്റ് കുറവിലാണ് നമ്മൾ റൂം എടുത്തത്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെൻസീവില് റൂമൊക്കെ എടുത്ത് താമസിച്ച് നമ്മൾ കുറെ ദിവസം നിന്ന് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടന്നാൽ മതിയല്ലോ. വേറെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഹണിമൂൺ ട്രിപ്പ് ഒന്നും അല്ലല്ലോ. എല്ലാവരും ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടുള്ളതല്ലേ.
അപ്പൊ ഒരൊറ്റ റൂമിൽ. പക്ഷെ അവിടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പുതപ്പ് മാത്രം അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് ആ പുതപ്പ് ഞാൻ ചെറുപ്പം മുതൽ പുതച്ചിക്കില്ല. ആ പുതപ്പ് അത് ഭയങ്കര സങ്കടമായിട്ടോ. എന്തായാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തല ചാച്ചണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അങ്ങോട്ട് പറയാല്ലേ. എന്നായിട്ട് ഉറങ്ങല്ലേ. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വിശേഷം വീഡിയോസ് ഒക്കെ എന്തായാലും നിങ്ങൾ കാണാൻ മറക്കല്ലേ.